நான் பண்ணிக்கிறேன். உன்னோட அதிகமாக உன்னோட ഒരു മതനേതാവിനെ പറ്റി ഇത്രയൊക്കെ പറയാൻ എന്തുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാരാണ്? കേവലം ഒരു മതനേതാവ് മാത്രമാണ്. അല്ലേ അല്ല. ഉത്തരപ്പിഴ മഹത്വം പറഞ്ഞു തീർക്കാൻ നമുക്കാവില്ല. അവരുടെ ഓരോ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണ മനുഷ്യനായിരുന്ന അവിടുന്ന് ആ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഇന്നും ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായ പുസ്തകം. ജീവിത നന്മയുടെ പാഠങ്ങൾ നിറഞ്ഞ ആ പുസ്തകം വായിച്ചു തീർക്കാൻ നമുക്കാവുമോ? അതിലെ ഓരോ വരികളും വായിക്കുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ട് തെച്ചു പോകും. അപ്പോൾ നമ്മളും പറയും, അതേ നബിയെ, അങ്ങ് ഞങ്ങൾക്ക് ഉമ്മയാണ്, അല്ല ഉപ്പയുമാണ്. അങ്ങേ പോലെ ഞങ്ങൾക്ക് ഗുണം ചെയ്ത ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ. അവസാന സമയത്തും ഈ സമുദായത്തെ ഓർത്ത് നെഞ്ചുപിടച്ച നേതാവാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം മറന്നു പോകരുത്. ആ സ്നേഹത്തിന്റെ മുന്നിൽ നാം തോറ്റുപോകും. അതുകൊണ്ടാണ് ലോകം എന്നെന്നും ആ നേതാവിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത്. നാം അത് ചെയ്യുമ്പോൾ നാമും ഭാഗ്യവാന്മാരായിട്ടുണ്ട്. നാം ഏറെ ഭാഗ്യവാന്മാരാണ്. മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട് മുസ്ലിമായി ജീവിക്കുക എന്നത് ചെറിയ കാര്യമല്ല. മുൻകാല പ്രവാസികന്മാർ പോലും ആഗ്രഹിച്ച പദവിയാണത്. അവിടുത്തെ മദീനയുടെ മഹാസാഗരത്തിൽ നിന്നും പരസ്പരം പറയാം. ഒരിക്കലല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എതിരെ ഗ്രാമീണനായ ഒരു വഴിപ്പോകൻ വന്നു. അദ്ദേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അങ്ങിപ്പോൾ ഒരു അത്ഭുതം കാണിച്ചാൽ അങ്ങ് ദൈവദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അകലെ കിടക്കുന്ന ഒരു കൂറ്റൻ മരത്തിന് മേലെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മരത്തിനോട് പറയാമോ നിന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു എന്ന്. റസൂലുള്ളാഹിന്റെ തിരുവായിൽ നിന്നും അത് ഉച്ചരിച്ച് തീരുന്ന സമയമാകാം ആ വലിയ മരം വേരിലടി വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സുജൂദായി വീഴുന്നു. അത് കണ്ട ഗ്രാമീണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചു. അങ്ങയുടെ തിരുമുമ്പിൽ ഞാനും ഒരു സുജൂദ് ചെയ്യട്ടെയോ എന്ന് ചോദിച്ച ഗ്രാമീണനോട് പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞിനബി പറഞ്ഞത് ലോകം കേട്ട് ഞെട്ടേണ്ട വാക്കാണ്. സുജൂദ് ചെയ്യാൻ മനുഷ്യരായ നമ്മെ അല്ലാഹു അനുവദിച്ചിട്ടില്ല. അങ്ങനെ വല്ല അനുമതിയും കിട്ടിയിരുന്നെങ്കിൽ ഒരു ഓർഡർ ഞാൻ പാസ്സാക്കിയാണ്. എന്താണ് ആ ഓർഡർ? ഓരോ പുരുഷന്റെയും മുമ്പിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിൽ സുജൂദ് ചെയ്യണമെന്നാണ്. പക്ഷെ അതിന് പോലും നിവർത്തിയില്ല സഹോദര. മനുഷ്യർ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യരുതെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞു നിർത്തി. ഞാനും എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നാദാ തിരുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയോടെ നിർമ്മിക്കുന്നു. അസ്സലാമു അലൈക്കും.